അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡേ 3 ആണ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീതൂസ് ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ റൊട്ടൂർവേന്ന് ഹാമിൽട്ടൺ പോവുകയാണ്. റൊട്ടൂർവേന്ന് ഒരു 1.5 hours ഒരു ട്രാവലാണുള്ളത് ഹാമിൽട്ടണിലേക്ക്. അപ്പോൾ ഹാമിൽട്ടണിൽ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഹാമിൽട്ടൺ ഗാർഡൻ. ഒരു ഗാർഡൻ കാണാനാണോ ഇത്ര ദൂരം പോകുന്നതെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. ന്യൂസിലാൻഡിലെ തന്നെ ടോപ്പ് റൈറ്റിംഗ് 3 ഒരെണ്ണമാണ് ഹാമിൽട്ടൺ ഗാർഡൻ. ഹാമിൽട്ടൺ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ ഗാർഡൻ അല്ല. ഈ ഹാമിൽട്ടൺ ഗാർഡൻ്റെ ഉള്ളിൽ ഒരു 18 എൻക്ലോസ്ഡ് ഗാർഡൻസ് ഉണ്ട്. അത് ഓരോ ഗാർഡനും ഓരോ രാജ്യത്തിൻ്റെ കൾച്ചർ ആൻഡ് ഡൈവേഴ്സിറ്റി റെപ്രസെൻറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നമ്മുടെ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗാർഡനും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2ാമത്തെ വട്ടമാണ് പോയതെങ്കിലും നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് വഴി. അപ്പോൾ എനിക്ക് പറ്റണ രീതിയിലെല്ലാം ഞാൻ എടുത്ത് ഒരു കൊച്ചു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. അതെല്ലാം നിൽക്കുന്നത് ആടുകളാണ്. അപ്പോൾ നമ്മളവിടെ എത്തി. നല്ല തിരക്കായിരുന്നു കേട്ടോ. പാർക്കിംഗ് കിട്ടാൻ തന്നെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. സമ്മർ ഹോളിഡേയ്സ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഫ്രീ എൻട്രി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് $20. അപ്പോൾ $1 എന്ന് പറഞ്ഞാൽ ഒരു 50 രൂപ വരും ഏകദേശം നമ്മുടെ നാട്ടിലെ. അപ്പോൾ അങ്ങനെയായിരുന്നു. എന്നാലും $20 നമുക്ക് വേർത്താണത്. അപ്പോൾ ഞാനന്ന് വന്നപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവർ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് എക്സ്പെൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ടിക്കറ്റ് വച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ഒരു കാഴ്ചയാണ്. ഒരു അരുവിങ്ങനെ പോകുന്നത് പോലെയല്ലേ. അപ്പോൾ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ കണ്ടോ കവാടങ്ങളാണ്. ഇതിൻ്റെ ഓരോ സ്ഥലത്തേക്ക് കൂടി പോകുന്നത് ഓരോ ഗാർഡനാണ്. അപ്പോൾ അവിടെ എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കൊച്ചു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് കണ്ടോ പാരഡൈസ് ഗാർഡൻ കളക്ഷനാണ്. അതിൽ ജപ്പാനീസ്, ഇംഗ്ലീഷ്, ചൈനീസ്, മോഡേണിസ്റ്റ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു മതിലിനെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. അവിടെ മൊത്തം ഇങ്ങനെ എന്താ പറയുക ഇലച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ കയറി ചെന്ന് എത്തുന്നത് എന്താ പറയുക ഒരു നടുമുറ്റം പോലെ ഒരു സംഭവമാണ്. അവിടെ 2 ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇറ്റാലിയൻ ഗാർഡൻ. അപ്പോൾ ഇറ്റാലിയൻ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഇറ്റലിയിലുള്ള എന്താ പറയുക അവരുടെ ഗാർഡൻസ് എങ്ങനെയാണ്, അവരുടെ കൾച്ചർ, അവരുടെ ഡൈവേഴ്സിറ്റി, അവരെങ്ങനെയാണ് ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഗാർഡൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. കാരണം ഞാൻ ഇറ്റലിയിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഗാർഡനാണെന്നൊരു നമുക്കൊരു ഫീൽ ചെയ്യും. പിന്നെ എല്ലാം നല്ല മെയിൻ്റനൻസ് ആയിരുന്നു. അതിനാണ് ശരിക്കൊരു 100% മാർക്ക് കൊടുക്കേണ്ടത്. കാരണം എന്താ പറയുക ഒരു ചെറിയ ഒരു മതിലിനുള്ള ഒരു സ്ഥലം പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. പിന്നെ ഈ ഇലച്ചെടികളൊക്കെ ഈ ബുഷ് പോലത്തെ ഈ ചെടികളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടി നിർത്തണം. പിന്നെ ഇതൊരു എനിമലാണ്. അപ്പോൾ ഒരു എനിമലിൻ്റെ പാല് കുടിക്കുന്ന 2 മനുഷ്യ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതെന്താണ് കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണേന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ നടുക്കിലൊരു സ്തൂപം പോലെ 4 സിംഹങ്ങൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ നിന്നിട്ട്, പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സ്ത്രീയുടെ ഒരു ശില്പം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ ക്ലോസ് ആയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കണ്ണിന് നല്ല കുളിർമ തോന്നുന്ന കാഴ്ചകളാണ്. ഇതിന് പ്രത്യേകിച്ച് ഞാനൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കണതെന്ന്. അവരുടെ രാജ്യത്തെ സ്പെഷ്യലായിട്ടുള്ള പൂച്ചെടികൾ മാത്രമല്ല കേട്ടോ, കുറച്ച് എന്താ പറയുക നാരങ്ങയൊക്കെ ഇല്ലേ അതൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഫ്രൂട്ട്സ് അങ്ങനെ
എന്താണോ അവരുടെ രാജ്യത്തിൻ്റെ സ്പെഷ്യാലിറ്റി അത് അങ്ങനെ തന്നെ ആ ഗാർഡനിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ ഗാർഡനിൽ കൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന ഒരു എന്താ പറയുക പുഴയാന്ന് തോന്നുന്നു, അതാണ് കേട്ടോ അത് നേരത്തെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ശില്പം. അത് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്കതൊരു പെണ്ണിൻ്റെ ശില്പം പോലെയായിരുന്നു. പിന്നെ ഇവിടെ എന്താ പറയുക 2 രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് ശരിക്കൊരു ബെല്ലില്ലേ, ബെല്ല് അത് കമത്തി വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ഈ കോഴിവാലൻ്റെ പോലെ തോന്നുന്ന എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പൂക്കളുടെ പേരുകളൊന്നും എനിക്ക് പറയാനറിയില്ല. കാരണം ഒന്നാമത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പൂക്കളുടെ പേരുകൾ എനിക്ക് വലിയ പിടുത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ ഗാർഡൻ പൂവാണ്. അത് കണ്ടപ്പോൾ ശരിക്കൊരു അഭിമാനം തോന്നി. അവിടെ നമ്മൾ കണ്ട് ശീലിച്ച് വന്നതായത് കൊണ്ടാണോ എന്നറിയില്ല, അവിടെ കണ്ട എല്ലാ ഗാർഡനിൽ വെച്ച് എനിക്കിഷ്ടമായത് നമ്മുടെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത ഈ ഗാർഡനാണ്. ഫുൾ ഓഫ് വെറൈറ്റി കളേഴ്സ്, എന്താ പറയുക, നമ്മുടെ കണ്ണ് അടിച്ചു പോണ കളേഴ്സ് എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. എന്താ പറയുക, നമ്മുടെ ഗാർഡൻ ശരിക്കും ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞതാണല്ലേ. നമ്മൾ ഗാർഡനിൽ പ്രിഫർ ചെയ്യണത് കൂടുതലും ഫ്ലവേഴ്സ് തന്നെയാണ്. പക്ഷേ ഈ ഹാമിൽട്ടൺ ഗാർഡൻ കണ്ടപ്പോൾ എൻ്റെ ഗാർഡൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിന് തന്നെ ചെറിയൊരു മാറ്റം സംഭവിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്നാലും ഇന്ത്യൻ ഗാർഡൻ കണ്ടപ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യൻസ് അല്ലേ, നമുക്ക് എന്തായാലും ഒരു ചായ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ നേരെ പോകുമ്പോൾ അവിടെ അപ്പുറത്ത് തന്നെ ഒരു നേരത്തെ കണ്ട പുഴയുടെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. കാരണം ഇതെല്ലാം ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു പാരഡൈസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ എല്ലാ പൂന്തോട്ടങ്ങളും അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കറങ്ങിങ്ങനെ എത്തണത് ഒരു സ്ഥലത്ത് തന്നെയാണ്. വീണ്ടും എത്തണത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ശില്പങ്ങൾ വെച്ചിരിക്കുന്ന ആ സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഓരോ ഗാർഡനും കണ്ട് നമ്മൾ എത്തുന്നത്. പിന്നെ ഒത്തിരി പേര് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി പേര് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല എന്താ പറയുക, ഭയങ്കര വെറൈറ്റീസ് ഓഫ് കളേഴ്സ് അല്ലേ. അപ്പോൾ നമ്മുടെ ചെണ്ടുമല്ലി, മാങ്ങനാറി, ഞങ്ങൾ തൃശ്ശൂർ അങ്ങനെയാണ് പറയണത്. പിന്നെ ഡാലിയ, ലില്ലി അങ്ങനെ എന്താ പറയുക, എല്ലാ ശംഖുപുഷ്പം, അങ്ങനെ എന്താ പറയുക, എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇല കാണാനേ ഉണ്ടായിരുന്നില്ല പൂക്കൾ കാരണം. മറ്റു ഗാർഡനിൽ നിന്ന് ഇന്ത്യൻ ഗാർഡൻ ഒരു വ്യത്യസ്തം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, മറ്റു ഗാർഡനിലൊക്കെ ഒരു പച്ചപ്പായിരുന്നു നമുക്ക് കണ്ടിരുന്നെങ്കിൽ, ഇന്ത്യൻ ഗാർഡനിൽ നമ്മൾ ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ എന്താ പറയുക ഒത്തിരി കൂട്ടാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഓരോ ഗാർഡനും കണ്ട് നമ്മൾ ഇറങ്ങുന്നത് ഈ സ്ഥലത്താണ്. അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ 4 തലക്കിലാണ് ഓരോ ഗാർഡനുകളുള്ളത്. അപ്പോൾ നമ്മൾ ഗാർഡൻ പോകുന്നു, തിരിച്ചു വരുന്നു. ഇത് ജാപ്പാനീസ് ഗാർഡനാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും തോന്നുന്നു ജാപ്പനീസ് ഗാർഡൻ അവർ സെറ്റ് ചെയ്യണത്. ഇതിനെക്കുറിച്ച് എന്താ പറയാൻ, അവരെല്ലാം വെട്ടി ഒതുക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ, നേച്ചർ ആൻഡ് ഹാർമോണി ഇംഗ്ലീഷ് ഫ്ലവേഴ്സ് ഗാർഡനാണിത്. ഇതിലും കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ, നമ്മുടെ ഇന്ത്യൻ ഗാർഡൻ പോലെ തന്നെ. പക്ഷേ ഇത് എന്താ, നമ്മൾ ഒത്തിരി കണ്ട് പഴകിയ ഫ്ലവേഴ്സ് അല്ല, കാരണം ഇവിടുത്തെ ഫ്ലവേഴ്സാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയുള്ള ഗാർഡനിൽ എപ്പോഴും കണ്ടോ ആ വൈറ്റ് ഒരു കൂടാരം പോലെ അവരങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട് ഇവിടെയുള്ള ഗാർഡനിൽ. അതായിരിക്കും അത് റെപ്രസെൻ്റ് ചെയ്ത് അവിടെ വെച്ചത്. പിന്നെ ഇതാണ് മക്കളെ, നല്ല അടിപൊളിയായിട്ടില്ലേ ഈ ഗാർഡൻ. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻ അല്ലേ. ശരിക്കും അധികം പൂച്ചെടികളൊന്നും തന്നെ ഇല്ല ഈ ഗാർഡനിൽ. നടുക്കൊരു പോണ്ട്. ഈ പൂക്കളുടെ ഒന്നും പേര് എനിക്കറിയത്തില്ല. എന്തായാലും എല്ലായിടത്തും നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കാരണം എന്താ പറയുക,
ഒരു ഭയങ്കര ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹാമിൽട്ടൺ പോകുന്നുണ്ടെങ്കിൽ, റൊട്ടൂർവേ ആണെങ്കിലും അവിടെ നിന്നൊരു നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കേണ്ടി വരും. കാരണം മുഴുവനായിട്ട് ഹാമിൽട്ടൺ ഗാർഡൻ കാണണമെങ്കിൽ. കാരണം റൊട്ടൂർവേന്ന് ഒരു 1.5 hours ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒരു 3 മണിക്കൂർ അങ്ങനെ പോവും. പിന്നെ ഗാർഡൻ നമ്മൾ ശരിക്കും സമയമെടുത്ത് കാണുകയാണെങ്കിൽ ഒരു 4 to 5 hours നമുക്ക് വേണം ശരിക്കും ഈ ഗാർഡൻ കാണുകയാണെങ്കിൽ. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ചൈനീസ് ഗാർഡൻ ആണ്. ചൈനീസ് ഗാർഡന് കണ്ടോ, അവർ ആ കവാടം തന്നെ ചൈനീസ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ശരിക്കും പകുതി എത്തിയപ്പോൾ തന്നെ എല്ലാവരും നടന്ന് വയ്യാതെയായി. പിന്നെ നല്ല വെയിലുമായിരുന്നു. അപ്പോൾ ചൂടുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഇവിടെ ന്യൂസിലാൻഡിലെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചൂടാന്ന് വിചാരിച്ച് നമ്മൾ സമ്മറിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് മാത്രമേ നമ്മൾ കരുതിയുള്ളൂ എന്ന് വെച്ചാൽ പെട്ടെന്ന് മഴ എന്തെങ്കിലും വന്നാൽ നമുക്ക് നല്ല തണവ് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വന്നത്. ഇതും ചൈനീസ് ഗാർഡൻ്റെ ഭാഗം തന്നെയാണ്. ഈ എല്ലാ ഗാർഡനും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ്. റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗാർഡൻ്റെ ഇങ്ങേ വശത്തോട് പോയി തിരിച്ചു വരുന്നത് നമ്മൾ എവിടെ നിന്നാണ് പോയത് ആ സ്ഥലത്ത് തന്നെയാണ്. പിന്നെ നമ്മൾ എത്തിച്ചേരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ പോണ്ട് കണ്ടില്ലേ, അതിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ പോണ്ടിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ശരിക്കും ഈ വെള്ളം ഭയങ്കര അഴുക്ക് വെള്ളം പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നടന്ന് നീങ്ങിയത് ഈ മുളച്ചെടികൾ അപ്പുറം ഇപ്പുറം വെച്ചിട്ടുള്ള ഒരു പാത്ത് വേ കൂടെ ആയിരുന്നു. ഈ മുളച്ചെടികൾ കൊണ്ട് തന്നെയാണ് അവിടുത്തെ ഫെൻസും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നല്ല സണ്ണി ഡേ ആണെങ്കിൽ കൂടി നമുക്ക് അതിലിങ്ങനെ വന്നപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഇതും ചൈനീസ് ഗാർഡൻ്റെ ഭാഗമാണ്. അവിടെ ഇരിക്കുന്ന സ്റ്റാച്ചു അതിനെ കണ്ട ആമേനെ പോലെ ഇരിക്കുന്നെങ്കിലും അതിൻ്റെ മുഖം വ്യാളീനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അവർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വായിച്ചില്ലായിരുന്നു. പിന്നെ മോഡേണിസ്റ്റ് ഗാർഡനിലേക്കാണ് നമ്മൾ പോയത്. നമ്മളെ ഒരു സ്വിമ്മിംഗ് പൂളും പിന്നെ നമ്മുടെ എന്താ പറയുക 2 ചെയറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ആ ചെയറിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി പൂക്കൾ ഒത്തിരിയുള്ള ഗാർഡനാണ് എനിക്ക് ഇഷ്ടം. ഇത് കുഴപ്പമില്ല, മോഡേണിസ്റ്റ് ഗാർഡൻ. നല്ല വെയിലായിരുന്നു കേട്ടോ ഈ ഗാർഡനിലെത്തിയപ്പോൾ, കാരണം ചെടികൾ കുറവായിരുന്നല്ലോ. അവിടുന്ന് ഞങ്ങൾ അടുത്ത കാറ്റഗറി ഗാർഡനുകളിലേക്ക് പോയി. അതായത് ഹെർബ്സ് ഗാർഡൻ, പിന്നെ കിച്ചൺ ഗാർഡൻ, ഈജിപ്ഷ്യൻ ഗാർഡൻ. പിന്നെ ആ പോകുന്ന വഴിക്ക് അവർ കുറേ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസിലാൻഡിലെ 2 വിഭാഗക്കാരാണ്, മൗറികളും കിവീസും. ശരിക്കും ഒരു മൗരികളുടെ പണ്ടത്തെ കാലത്തെ ഒരു വില്ലേജ് എങ്ങനെയാണ് അവരുടെ ജീവിതമെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. എനിക്കിതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയത് അവരുടെ ഫെൻസാണ്. ആ ഫെൻസ് കണ്ടോ, ഒരു 10 കമ്പ് കഴിയുമ്പോൾ അവർ ഒരു കമ്പിൽ ഓരോ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുകയാണ്. ആ രൂപങ്ങളെല്ലാം അവരുടെ കൃഷിയിടങ്ങളെ കാക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കണം അവരങ്ങനെ ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് അവരെങ്ങനെയാണ് വീട് നിർമ്മിച്ചിരുന്നതെന്നും കൃഷിയിടങ്ങൾ എങ്ങനെയാണ് അവർ എന്താ പറയുക വേലിക്കെട്ടി തിരിച്ചിരുന്നതെന്നും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും.
പിന്നെ ഈ മൗറീസ് ആയാലും കിവീസ് ആയാലും ഫാമിലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ അവരൊന്നിച്ച് ഡിന്നർ കഴിക്കുന്നതും പിന്നെ അവർ ശരിക്കും മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ അവർ എത്ര ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ പേഷ്യൻസിന് അവരുടെ ഫാമിലി മെമ്പേഴ്സ് വരുന്നതും അവർ ഫുഡ് കൊണ്ടുവരുന്നതും ആ കുട്ടികളെല്ലാവരും ഇപ്പോൾ അപ്പൂപ്പന്മാരോടായാലും അമ്മൂമ്മമാരോടായാലും പെരുമാറുന്നതും അവരുടെ ആ ഒരു സ്നേഹവും ഒക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അവർ ശരിക്കും ഫാമിലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അങ്ങനെ നമ്മൾ അടുത്ത ഗാർഡനിലേക്ക് വന്നു. ദിസ് ഈസ് ടണ്ടർ ഗാർഡൻ. ഇത് ആരുടെ സ്റ്റാച്ചു ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതാണ് ടണ്ടർ ഗാർഡൻ. ഈ ഗാർഡൻ ഇംഗ്ലണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യണതാണ്. അപ്പോൾ അവിടെ ടെൻഡേഴ്സ് ലവ് എന്നാണ് ഇതിന് പറയുന്നത്. ഹെൻറി എയ്റ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഇങ്ങനത്തെ ഗാർഡൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഓരോ സിമ്പലുകളാണ്, ഹിഡൻ ആയിട്ടുള്ള മീനിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ഗാർഡൻ ചിനോസിറി ഗാർഡൻ. സോ നമുക്ക് കാണാം. ഒരു കാര്യം ഞാൻ പറയാൻ വന്നു. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ എന്താ പറയുക ഹാമിൽട്ടൺ ഗാർഡൻ്റെ ഒരു മാപ്പ് അവർ തരും കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നടക്കാൻ നല്ല സുഖമാണ്. നമ്മൾ ഈ ഗാർഡനിലെത്തിയപ്പോൾ കുറച്ച് ടയേർഡായിപ്പോയി. നമ്മൾ കുറച്ച് നേരം എല്ലാവരും അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നീടാണ് അടുത്ത ഗാർഡനിലേക്ക് പോയത്. അതാണ് ഒരു റിയലി അമേസിങ് ആയിട്ടുള്ള ഗാർഡൻ, സ്യൂറലിസ്റ്റ് ഗാർഡൻ. ഇതൊരു മിസ്റ്ററി ഗാർഡനാണ്. അതുപോലെ തന്നെ ഒരു ഫാൻറ്റസി ഫീലാണ് ആ ഗാർഡൻ്റെ ഉള്ളിൽ. അതിൻ്റെ റിയലായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു റിയലായിട്ടുള്ള പ്ലാന്റ് അല്ല. അവരൊരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിന് കുറേ ബ്രാഞ്ചസും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരതിലേക്കൂടെ ഈ ഇലച്ചെടികൾ ഇങ്ങനെ പടർത്തി വെച്ചിരിക്കുകയാണ്. ഈ ബ്രാഞ്ചസിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതെല്ലാം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് മൂവ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അവിടെ ഒരു ബ്രാഞ്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിൻ്റെ ഫുൾ വ്യൂ ഉണ്ട്. ഫുൾ വ്യൂ ആകുമ്പോഴാണ് ശരിക്കും അത് മൂവ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ മൂവ് ചെയ്യണതിൻ്റെ ആ ഒരു രസം നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇത് ഞാൻ അടുത്ത് ഇങ്ങനെ പിടിച്ചത് ശരിക്കും കാണാം, ഈ മൂവ് ചെയ്യണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഗാർഡന് ഫാൻറ്റസി ഗാർഡൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചസും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് എ ടൈമല്ല എല്ലാ ബ്രാഞ്ചസും മൂവ് ചെയ്യണത്, അത് ഓരോ ടൈമിൽ ആണ് ഓരോന്ന് മൂവ് ചെയ്യണത്. അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കുറേ നേരം നോക്കുമ്പോഴാണ് നമുക്കിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണത് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കണ്ടോ, ഇതാണ് ഇത്രയും വലിയ സ്ട്രക്ചറാണത്. അപ്പോൾ ആളുകൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം ഇത് എത്ര വലിയ സ്ട്രക്ചറാണെന്ന്. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക ഒരു ഫാൻറ്റസി പോലെ തന്നെ ഫീൽ ചെയ്യില്ലേ. ഈ ഗാർഡനിൽ കുട്ടികൾ ഒത്തിരി എൻജോയ് ചെയ്തു. കാരണം അവരിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു ഏത് ബ്രാഞ്ചാണ് മൂവ് ചെയ്യണത്. എന്നിട്ട് അവരെല്ലാവരും വിളിച്ച് കാണിക്കും. കാരണം ഇതൊരു ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നും. നമുക്കറിയാം ഇത് റിയൽ അല്ല എന്ന് അറിയാമെന്നെങ്കിലും ഈ ബ്രാഞ്ചസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കും അതൊരു പ്രത്യേക കൗതുകമാണ്. അവിടെ ഒരു വലിയ ഫോർക്ക് അവർ ചാരി വെച്ചിട്ടുണ്ട്, ഒരു വണ്ടി പോലെ ഉണ്ടാക്കിയേക്കുന്ന ഒരു സംഭവത്തിൻ്റെ പുറത്ത്. ഇത് ശരിക്കും നമുക്കറിയാൻ പറ്റും അതിൻ്റെ 3-4 ബ്രാഞ്ചസ് ഇങ്ങനെ മൂവ് ചെയ്യണത്. ശരിക്കും അതിന് ചുറ്റും ഈ ഇലകളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതൊരു എന്താ പറയുക ഒരു അടിപൊളിയായേനെ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പോയി തുടങ്ങിയെന്ന്. പിന്നീട് നമ്മൾ ഇതിന് ശേഷം പോയത് ഈജിപ്ഷ്യൻ ഗാർഡനിലേക്കാണ്. ഈജിപ്ഷ്യൻ ഗാർഡൻ്റെ കവാടം കാണുമ്പോൾ തന്നെ അറിയാം
അത് ഈജിപ്ഷ്യൻ ഗാർഡനാണ്. കാരണം അതുപോലെ തന്നെയാണ് അവർ വെച്ചിരുന്നത്. പിന്നെ ഈ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികൾ, പോണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയത് അവിടെ ഒരു പ്രത്യേക തരം ചെയർ ഉണ്ടായിരുന്നു. ആ ചെയറിൻ്റെ കണ്ടോ, രണ്ടറ്റത്തും രണ്ട് ഇനിമേൽ നിന്നിട്ട് അത് നല്ലതായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിരുന്നു ആ ചെയറിൽ. പിന്നെ മുന്തിരി കൊലകളുണ്ടായിരുന്നു. ശരിക്കും ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേന് ഏകദേശം ടയേർഡായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പോയത് കിച്ചൺ ഗാർഡനായിരുന്നു. കിച്ചൺ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂസിലാൻഡിൽ കിട്ടുന്ന ഏതൊക്കെ തരം ഫ്രൂട്ട്സാണ്, ഏതൊക്കെ തരം പച്ചക്കറിയാണ്, എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കുറച്ച് കുറച്ച് ഏരിയ ആണെങ്കിലും എല്ലാം അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, സൺഫ്ലവർ മുതൽ എന്താ പറയുക എല്ലാ പച്ചക്കറികളും, ബ്രോക്കോളി, കാബേജ്, എഗ് പ്ലാന്റ്, ടൊമാറ്റോ, ചില്ലീസ്, പിന്നെന്താ ഫ്രൂട്ട്സ്, കിവി, ഗ്രീൻ ആപ്പിൾ, പീച്ച്, പ്ലം, അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതിനായിട്ട് ബെൽ ബട്ടണും അമർത്തിയേക്കുക. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇനി ഞങ്ങളുടെ ഡേ 3 ആണ് കണ്ടത്. ഇനി ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ ട്രിപ്പ്. അപ്പോൾ വേഗം തന്നെ ഡേ 4 വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.